കാലങ്ങളായി കേരളത്തിലെ മാപ്രകൾ വലിയ വായിൽ പ്രചരിപ്പിച്ചിരുന്ന ഒരു നുണയുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ ഇവിടെ ഗോവധം നിരോധിക്കുകയും മറുവശത്ത് വിദേശത്തേക്ക് ബീഫ് കയറ്റുമതി ചെയ്ത് ലോകത്ത് ഒന്നാമതെത്തുകയും ചെയ്യുന്നുവെന്ന ഇരട്ടത്താപ്പിന്റെ കഥ. എന്നാൽ ഇപ്പോൾ ആ നുണക്കോട്ട പൂർണ്ണമായും പൊളിഞ്ഞു വീണിരിക്കുകയാണ്. അതും അതേ മാധ്യമങ്ങൾക്ക് തന്നെ ഈ സത്യം വാർത്തയായി നൽകേണ്ടി വന്നിരിക്കുന്നു. ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ പറയുന്ന ഈ സാധനം മലയാളി ബീഫ് അല്ല എന്ന കാര്യമാണ്. ഇന്ത്യയുടെ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ പോത്ത് എരുമ ഇറച്ചി, അതായത് ബഫലോ മീറ്റിന്റെ കയറ്റുമതി ചരിത്രപരമായ റെക്കോർഡ് കുതിപ്പാണ് നടത്തിയിരിക്കുന്നത്. APDAയുടെ പുതിയ കണക്കനുസരിച്ച് ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെ മാത്രം ഇന്ത്യ കയറ്റുമതി ചെയ്തത് $1493 മില്യൺ ബഫലോ മീറ്റ് ആണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് വെറും $896 മില്യൺ ആയിരുന്നു എന്ന് ഓർക്കണം. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത എന്താണെന്നോ, ഈ കയറ്റുമതിയിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് BJP ഭരിക്കുന്ന ഉത്തർപ്രദേശും ഹരിയാനയുമാണ്. ഇവിടെയാണ് മലയാളികൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം കിടക്കുന്നത്. കേരളത്തിൽ ബീഫ് എന്നാൽ പശുവും കാളയൊക്കെ ആയിരിക്കാം. എന്നാൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയുടെ പരിധിയിൽ വരുന്നത് പോത്തും എരുമയുമാണ്. പശു, കാള, കിടാവ് എന്നിവയുടെ മാംസം അഥവാ യഥാർത്ഥ ഗോമാംസം കയറ്റുമതി ചെയ്യുന്നത് രാജ്യത്ത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ആ നിയമത്തിൽ നരേന്ദ്രമോദി സർക്കാർ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടുമില്ല. പോത്തിറച്ചിയും ആടും കോഴിയുമാണ് യാതൊരു തടസ്സവുമില്ലാതെ രാജ്യാതിർത്തി കടന്ന് വിദേശ വിപണി കീഴടക്കുന്നത്. വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവയ്ക്ക് പുറമെ സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്നും പ്രധാനമായും ഈ മാംസം വാങ്ങുന്നത്. കാർഷിക മേഖലയിൽ നിന്നുള്ള ഈ മുന്നേറ്റം വ്യക്തമാക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ വിജയത്തെ തന്നെയാണ്. ഗോവിനെ സംരക്ഷിക്കുക എന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ തന്നെ രാജ്യത്തെ കർഷകരുടെ സാമ്പത്തിക വളർച്ചയും ലോകവിപണിയിലെ ഇന്ത്യയുടെ സ്വാധീനവും കൃത്യമായി ഉയർത്താൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ പോത്തില്ല, അവിടെ മുഴുവൻ ഗോമാംസമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നവരുടെ വായടപ്പിക്കുന്നതാണ് ഈ ഔദ്യോഗിക കണക്കുകൾ. കേന്ദ്ര സർക്കാർ ഇരട്ടത്താപ്പ് കാണിക്കൂ എന്ന് വിലപിച്ചിരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ സത്യം തുറന്ന് സമ്മതിക്കേണ്ടി വന്നതിന്റെ ജാളിതയിലാണ്. കാരണം വസ്തുതകൾക്ക് മുന്നിൽ വ്യാജ പ്രചാരണങ്ങൾക്ക് അധികകാലം പിടിച്ചു നിൽക്കാനാകില്ലല്ലോ. മിസ്റ്റർ സിസ്റ്റം മലയാളം.